നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെന്മണിക്കര ചെറുവാളിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പടിയൂർ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബസ് യാത്രയ്ക്കിടെ യുവതിയെ കയറിപ്പിടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മിന്നൽ ചുഴലിയിൽ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് വ്യാപക നാശനഷ്ടം. തിരുവത്ര പുത്തൻ കടപ്പുറം മദ്രസ പരിസരത്താണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുരിങ്ങൂർ അടിപ്പാത പ്രശ്നത്തിലാണ് പ്രതിഷേധം നടത്തുന്നത്. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. വിശദമായ വാർത്തയിലേക്ക്. നെന്മണിക്കര ചെറുവാളിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ചാളക്കൽ 53 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. നേന്ത്രവാഴത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പടിഞ്ഞാറേ പാടത്ത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ബിജുവിന്റെ മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദീപികയാണ് ഭാര്യ. കിരൺ, നവീൻ എന്നിവർ മക്കളാണ്. പടിയൂർ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡ് പോലീസാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത്. എന്നാൽ പ്രേംകുമാർ തന്നെയാണോ മരിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് തൃശൂർ റൂറൽ പോലീസ് അറിയിച്ചു. ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. സ്ഥിരീകരണം നടത്താനാവുക അന്വേഷണ സംഘം സ്ഥലത്ത് എത്തിയതിനു ശേഷമെന്ന് പോലീസ് അറിയിച്ചു. ജൂൺ 4 ഉച്ചയോടെയാണ് പടിയൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു മകൾ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മ മണിയെയും മകൾ രേഖയെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. 2019 ആദ്യ ഭാര്യയായ വിദ്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് രേഖയെ ഇയാൾ വിവാഹം കഴിച്ചത്. ബസ് യാത്രയ്ക്കിടെ യുവതിയെ കയറിപ്പിടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയെ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ മേത്തല പറമ്പിക്കുളങ്ങര സ്വദേശി നടുമുറി വീട്ടിൽ 53 വയസ്സുള്ള ജയറാം എന്നയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ജയറാമിനെ റിമാൻഡ് ചെയ്തു. ജയറാം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 8 പോക്സോ കേസുകളിലെ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ KP, CPOമാരായ സുജിത്, ഷാബു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മിന്നൽ ചുഴലിയിൽ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് വ്യാപക നാശനഷ്ടം. തിരുവത്ര പുത്തൻ കടപ്പുറം മദ്രസ പരിസരത്താണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഓട് വീണ് 2 പേർക്ക് പരിക്കേറ്റു. മേപ്പുറത്ത് നൌഫൽ, മകൻ സയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭാര്യയും 11 മാസം പ്രായമുള്ള കുഞ്ഞും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തെ പടിഞ്ഞാറേപ്പുരയ്ക്കൽ സൈതാലിയുടെ വീടിന്റെ ഓടും വിറകുപുരയുടെ ഷീറ്റും പറന്നുപോയി. മരങ്ങൾ ഒടിഞ്ഞു വീണു. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ നിലം പതിച്ചു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ ഉംറ റഹ്മത്ത്, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയും മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ 45 വയസ്സുള്ള സജീഷ് കുമാറിനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പിടികൂടി. ഇരിങ്ങാലക്കുട പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്ത് നിന്ന് മടങ്ങിവന്ന ഇയാളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പിടികൂടിയത്.
മുൻ ചെയർമാൻ സജീഷ് കുമാറിനും മറ്റ് പ്രതികൾക്കുമെതിരെ നൂറുകണക്കിന് പേരുടെ പരാതിയിൽ കോടികൾ തട്ടിപ്പ് നടത്തിയതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാത്രം 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുരിങ്ങൂർ അടിപ്പാത പ്രശ്നത്തിലാണ് പ്രതിഷേധം നടത്തുന്നത്. ഗതാഗത കുരുക്കിലും റോഡിലെ കുഴികളുടെ ശോചനീയ അവസ്ഥയിലും പ്രതിഷേധിച്ചാണ് സമരം. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷനിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. രാവിലെ MLA പ്രവർത്തകരോടൊപ്പം എത്തിച്ചേർന്ന് തറയിൽ കുത്തിയിരിക്കുകയായിരുന്നു. ഗതാഗതമില്ലാത്ത ഭാഗത്താണ് MLAയുടെ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. കനത്ത മഴയെ അവഗണിച്ചാണ് MLAയും പ്രവർത്തകരും കുത്തിയിരിപ്പ് സമരം നടത്തിയത്. രൂക്ഷമായ ഗതാഗത പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അടിപ്പാതയിലെ ഗതാഗത കുരുക്കിനെതിരെ LDFന്റെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും MLAക്ക് എതിരെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കോവിഡ് ലക്ഷണമുള്ളവരെ കർശനമായി പരിശോധിക്കണമെന്ന ഉത്തരവ് പ്രഹസനമാകുന്നു. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം പെരുകുകയാണ്. രാജ്യത്ത് തന്നെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കേരളം മുന്നിലാണെന്ന കണക്കുകൾ പുറത്തുവരുമ്പോൾ ജനം ആശങ്കയിലാണ്. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒമിക്രോൺ JN1 LX എന്ന വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയിട്ടുള്ളത്. തീവ്രത കുറവാണെങ്കിലും ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ എത്തുന്നവരെ പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് മാർഗരേഖ തയ്യാറാക്കിയിരുന്നു. കോവിഡ് ലക്ഷണമുള്ളവരെ ആന്റിജൻ RT-PCR പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും ഈ ഉത്തരവ് പാലിക്കുന്നില്ലെന്ന് അനുഭവസ്ഥർ പറയുന്നു. കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായി കോവിഡ് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ എത്തിയ തന്നെ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കിയില്ലെന്നാണ് ആരോപണം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കൂടി. ഗ്രാമിന് 9100 രൂപ, പവന് 72,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മണിക്കര ചെറുവാളിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പടിയൂർ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബസ് യാത്രക്കിടെ യുവതിയെ കയറിപ്പിടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മിന്നൽ ചുഴലിയിൽ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് വ്യാപക നാശനഷ്ടം. തിരുവത്ര പുത്തൻ കടപ്പുറം മദ്രസ പരിസരത്താണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുരിങ്ങൂർ അടിപ്പാത പ്രശ്നത്തിലാണ് പ്രതിഷേധം നടത്തുന്നത്. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.